എന്ന് വിചാരിച്ചിട്ട് ഭൗതികപരമായിട്ടുള്ള സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കണം എന്നാണോ? ഒരിക്കലുമല്ല. അത് ഋഷിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ സന്യാസവുമായിട്ടാണ് ഗാർഹസ്ഥ്യ ധർമ്മത്തെ കൂട്ടിയിണക്കുന്നത്. സന്യാസം മഹത്തായ മറ്റൊരു പാറ്റേണാണ്, വേറൊരു സമ്പ്രദായമാണ്. നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക് മാതൃകയാക്കേണ്ടത് ഗാർഹസ്ഥ്യ ആയിരുന്ന, അല്ലെ ഗൃഹസ്ഥാശ്രമത്തെ ഫോളോ ചെയ്തിരുന്ന ഋഷിമാരെയും കൂടിയാണ്. നമ്മൾ നോക്കിക്കോളൂ, ഭാരതീയത്തിൽ വൈദികമായിട്ടായിക്കോട്ടെ, വേദത്തിൽ അടിസ്ഥാനപ്പെടുത്തി ആയിക്കോട്ടെ, തന്ത്രശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തി ആയിക്കോട്ടെ, ഒട്ടുമിക്ക ഋഷിമാരും വിവാഹം കഴിച്ചവരാണ്, സന്താനമുള്ളവരാണ്. നമ്മൾ ശുഖബ്രഹ്മർഷിയെക്കുറിച്ച് വാതോരാതെ പറയുമ്പം, ശുഖൻ വ്യാസഭഗവാന്റെ പുത്രനല്ലേ? വ്യാസൻ പരാശര മഹർഷിയുടെ പുത്രനല്ലേ? അപ്പോൾ അങ്ങനെ ഏത് എടുത്ത് നോക്കിക്കോളൂ, ഏത് ആൾക്കാരെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ, നമ്മളെ അനുകരണീയമായിട്ട് കാണുന്ന ജനക മഹാരാജാവായിക്കോട്ടെ, വിശ്വാമിത്രനായിക്കോട്ടെ, അവരൊക്കെ ഭൗതിക ജീവിതത്തെ കൃത്യമായിട്ട് നോക്കിയിരുന്നവരാണ്, അതിനെ ആസ്വദിച്ചിരുന്നവരാണ്. ഏത് സ്ഥാനത്തിരുന്നാലും ഏത് അവസ്ഥയിലിരുന്നാലും ആധ്യാത്മികതയെ കൃത്യമായിട്ട് ധാർമ്മികമായിട്ട് കൊണ്ടുവരാൻ നോക്കിയവരുമാണ്. എവിടെയാണോ മനസ്സ് പതറിപ്പോയത് അവിടെയെല്ലാം വേദനയ്ക്കുള്ള കാരണമാവുകയും ആ പതറിപ്പോകുന്ന സ്ഥലങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പല ആൾക്കാർ വരികയും അത് ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതിക വിഷയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ആഗ്രഹം ധാർമ്മികമായിരിക്കണം. വീണ്ടും ആഗ്രഹം എന്ന് പറയുമ്പോൾ കണ്ടീഷൻ സപ്ലൈ ആണ്. നിങ്ങളുടെ ആഗ്രഹം ജെനുവിനാണെങ്കിൽ ആ ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൗതികരോട്, നല്ല കുടുംബം സൊസൈറ്റിയുടെ ഒരു ഭാഗമല്ലേ, നല്ല കുടുംബം അല്ലേ? അപ്പം ആ ഒരു നല്ലൊരു സൊസൈറ്റി ഒരു നാടിൻ്റെ ബാക്ക് ബോണാണ്. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു ബിസിനസ്സുകാരനാവാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു ധാർമ്മികനായിട്ടുള്ള ബിസിനസ്സുകാരനാണെങ്കിൽ ലാഭം മാത്രമല്ല നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു കോൺട്രിബ്യൂട്ടറാണ് ആവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ കാശ് കൊടുത്ത് പേര് മേടിക്കുന്നതല്ല, ശരിക്കുള്ള നല്ല ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം അവരെ വാഴ്ത്തില്ല. ഇപ്പം രത്തൻ ടാറ്റയൊക്കെ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നല്ല ബിസിനസ്സുകാരനാണ് ആവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നന്നായിട്ടാവുകയും ഒരുപാട് പേരെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക, എത്രയോ പേർക്ക് ജോലിയാവും. അങ്ങനെയെല്ലാം നിങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്താണോ ഇഷ്ടം, എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനെ ധർമ്മബോധത്തോടു കൂടി കാലദേശങ്ങൾക്കനുസരിച്ച് വേണ്ട പോലെ ചെയ്യാം. ജയിക്കാൻ വേണ്ടി ഏത് വഴി നോക്കിയാലും ഇന്നല്ലേ നാളെ ആ ചെയ്യുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും നേച്ചറിൽ. നമ്മൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഈ നേച്ചർ ഒന്നും കാണുന്നില്ല. നമ്മളെയൊക്കെ സൃഷ്ടിച്ചല്ലേ, നമ്മളൊക്കെ ജനിച്ച് ജീവിക്കുന്ന ഈ നേച്ചറല്ലേ നമ്മളെക്കാട്ടിലും നല്ല സ്മാർട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു കണക്കുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ റിഫ്ലക്ഷനും, ഓരോ പ്രവൃത്തിക്കും ഒരു റിഫ്ലക്ഷനുണ്ട്, ഒരു ചലനമുണ്ട് ഇവിടെ. അത് ഇതിനുള്ളിൽ ഒരു മൺതരിക്കൾക്ക് പോലും അതുണ്ട്.